ഇ ഡി തപ്പുന്ന അനിൽ ആനന്ദ പണിക്കർ ആര്? CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ ഈ മാസം 29-ാം തീയതി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദ്രുതഗതിയിൽ നീക്കങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നലെ VD സുരേഷ് കുമാർ, അതായത് CMRLന്റെ ചീഫ് ജനറൽ മാനേജറായിട്ടുള്ള സുരേഷ് കുമാറിനെ കൊച്ചിയിലെ സോണൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയുണ്ടായി. അതിനു മുൻപ് കരിമണൽ കർത്തയുടെ ഭാര്യയായിട്ടുള്ള ജയ, മക്കളായിട്ടുള്ള ശരൺ, അതേപോലെ ഷിബി, ഈ 3 പേരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയുണ്ടായി. വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിച്ചു. എന്തിനാണ് ED യുടെ ഈ ഒരു നീക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 29-ാം തീയതി വീണയെ കുടുക്കുക എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. വീണയ്ക്ക് ശേഷം അന്വേഷണം പിന്നീട് ഒരുപക്ഷെ പിണറായി വിജയനിലേക്ക് മാറാനും മതി. മാത്യു കുൾനാടൻ അടക്കമുള്ള രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പോലെ ഇത് പിണറായി വിജയൻ അഴിമതിയിലൂടെ ഉണ്ടാക്കിയ പണമാണ്. മകളുടെ പേരിൽ ഈ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കുകയും അതുവഴി വെളുപ്പിച്ച് എടുത്ത് ടാക്സ് ഒക്കെ അടച്ച് അതിനെ ആ അഴിമതി പണത്തെ വെളുപ്പിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് മാത്യു കുൾനാടൻ അടക്കമുള്ള രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത്. അങ്ങനെ 29-ാം തീയതി ഒരുപക്ഷെ ഈ വീണ അറസ്റ്റിലായി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ED യുടെ ലക്ഷ്യം പിണറായി വിജയനാണെന്ന് പറയപ്പെടുന്നു. അതേക്കുറിച്ച് നമുക്ക് യുക്തിഭദ്രമായി ചിന്തിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പിണറായി വിജയൻ തന്നെയാണ് ED യുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് തന്നെയാണ് രാഷ്ട്രീയ എതിരാളികളും രാഷ്ട്രീയ നിരീക്ഷകരുമടക്കം പറയുന്നത്. പിണറായി വിജയനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിലേക്കുള്ള വഴി മാത്രമാണ് വീണ. വീണയെ 29-ാം തീയതി ചോദ്യം ചെയ്യുന്നതിന് മുൻപായി ബാക്കി എല്ലാവരിൽ നിന്നും പരമാവധി മൊഴികൾ ശേഖരിക്കുക, SFIOയിൽ നിന്ന് 134 രേഖകളുടെ കോപ്പികൾ ശേഖരിക്കുക. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇവരുടെ മൊഴികളും അതേപോലെ തന്നെ SFIOയുടെ ഈ രേഖകളും വെച്ചുകൊണ്ട് തന്നെ 29-ാം തീയതി വീണയെ കുരുക്കുക. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീണയെ ചോദ്യം ചെയ്തത്. 175ഓളം വരുന്ന ചോദ്യമാണ് വീണയോട് ചോദിച്ചത്. അതിൽ പലതിലും വീണയ്ക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഉത്തരം കൃത്യമായി തന്നെ പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ കുരുക്കിലേക്ക് വീണയെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ CMRLലെ ചീഫ് ജനറൽ മാനേജർ സുരേഷ് കുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇനിയാണ് നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം. ആരാണ് ഈ അനിൽ ആനന്ദ പണിക്കർ? അയാൾക്ക് ഈ കമ്പനിയുമായി, ഈ ഇടപാടുമായി എന്താണ് ബന്ധം? ഇതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തതായി വിളിച്ചു വരുത്താൻ പോകുന്നത് അനിൽ ആനന്ദ പണിക്കരെയാണ്. അനിൽ ആനന്ദ പണിക്കരുമായി ബന്ധപ്പെട്ട് 13 കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട്. ആരാണ് ഈ അനിൽ ആനന്ദ പണിക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CMRLലെ MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ മകളായ ഷിബിയുടെ ഭർത്താവാണ് അനിൽ ആനന്ദ പണിക്കർ. എന്തായിരുന്നു അദ്ദേഹത്തിന് ഈ കേസുമായിട്ടുള്ള ഇടപാട്? അദ്ദേഹം ദുബായിൽ റയർ കെമിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയിലേക്ക് 13 കോടി രൂപയാണ് ആ കമ്പനി അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ആ 13 കോടി രൂപ എന്തിനാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ED യുടെ ഏറ്റവും പ്രസക്തമായി ഉന്നയിക്കാൻ കഴിയുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് അനിൽ ആനന്ദ പണിക്കരാണ്. അനിൽ ആനന്ദ പണിക്കരെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഈ 13 കോടി രൂപ എന്തിനാണ് ഗൾഫിലേക്ക് അയച്ചത്? ഈ കമ്പനി ഇപ്പോൾ എന്തുകൊണ്ടാണ് നിശ്ചലമായിരിക്കുന്നത്? ഈ കമ്പനി എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുന്നത്? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ. 13 കോടി രൂപ ആരാണ് തന്നത്? ആ തന്നത് എന്ത് സേവനത്തിനു വേണ്ടിയിട്ടാണ്? വീണയോട് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് അനിലാനന്ദ പണിക്കരോടും ചോദിക്കാൻ പോകുന്നത്. അതായത് വീണയും അനിലാനന്ദ പണിക്കരും പെട്ടിരിക്കുന്നത് ED യുടെ ഈ 2 ചോദ്യത്തിലാണ്. അതായത് എന്ത് സേവനമാണ് നൽകിയിരിക്കുന്നത്? വീണയെ സംബന്ധിച്ച് 2,78,00,000 രൂപയുടെ സേവനമാണല്ലോ CMRL നൽകിയിരിക്കുന്നത്. വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് 2,78,00,000 രൂപയുടെ സേവനമാണ് CMRL നൽകിയിരിക്കുന്നത്. ആ സേവനത്തെക്കുറിച്ചുള്ള വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ED യുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം. മറ്റൊന്ന്, എക്സാലോജിക്കിന്റെ സഹ കമ്പനിയിൽ നിന്നും വീണ 50 ലക്ഷം രൂപ വായ്പ വാങ്ങി 4 ലക്ഷം രൂപ തിരിച്ചടച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് വീണയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇവിടെയും സമാനമായ നിലയിൽ തന്നെയാണ് കരിമണൽ കർത്തയുടെ മകളുടെ ഭാര്യയായിട്ടുള്ള അനിൽ ആനന്ദ പണിക്കരും വീണയുടെ
അതേ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ വീണയോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് അനിൽ ആനന്ദ പണിക്കരോടും ED ചോദിക്കാൻ പോകുന്നത്. എന്താണ് ഈ റെയർ കെമിക്കൽ സൊല്യൂഷൻ ദുബായിൽ തുടങ്ങാനുള്ള കാരണം? എന്താണ് ഈ 13 കോടി രൂപ ഇവിടെ സേവനം? ആരാണ് ഈ 13 കോടി രൂപ തന്നിട്ടുള്ളത്? എന്തെല്ലാം സേവനങ്ങളാണ് ഈ 13 കോടി രൂപ തന്നിട്ടുള്ള കരിമൽ കർത്തയാണെങ്കിൽ കർത്തയ്ക്ക് നൽകിയിട്ടുള്ള സേവനം എന്താണ്? ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് കരിമൽ കർത്തയുടെ മകളായിട്ടുള്ള ഷിബിക്ക് ഒരു കമ്പനിയുണ്ട്, നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അങ്ങനെ ഷിബിക്കും ഒരു കമ്പനിയുണ്ട്. ഷിബിയുടെ ഭർത്താവായിട്ടുള്ള അനിൽ ആനന്ദ് പണിക്കർക്കും കമ്പനികളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷിബിയെ വിളിച്ചു വരുത്തി നിപുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ED ചോദിച്ചറിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം തെളിവുകൾ ഷിബിയിൽ നിന്ന് ശേഖരിക്കാൻ കഴിയുന്നു എന്നതിനെ കുറിച്ച് ഇപ്പോൾ നമുക്കറിയില്ല. ഒരുപക്ഷെ അതെല്ലാം തന്നെ ശേഖരിച്ച് കാണണം. ഇനിയാണ് ഈ സുപ്രധാനമായിട്ടുള്ള അനിൽ ആനന്ദ് പണിക്കരിലേക്ക് ED എത്തുന്നത്. അവിടെയാണ് നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് വന്നിരിക്കുന്നത്. വീണ എറ്റി നൽകിയിരിക്കുന്നത് പോലെ തന്നെ സേവനമാണ് ഈ റെയർ കെമിക്കൽ സൊല്യൂഷൻ എന്ന കമ്പനി വഴി അനിൽ ആനന്ദ് പണിക്കർ ഈ പറയുന്ന കരിമൽ കർത്തയുടെ CMRL നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉയരുന്ന ചോദ്യം വീണയോട് ചോദിച്ച സമാനമായ ചോദ്യം തന്നെയാണ്. അപ്പോൾ അനിൽ ആനന്ദ് പണിക്കർ ഇവിടെയാണ്. അദ്ദേഹത്തെ EDയുടെ EDയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഈ ആഴ്ച, അതായത് ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു, ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയ്ക്ക് മുൻപോ എന്ത് തന്നെയായാലും 29-ാം തീയതിക്ക് മുൻപായി, വീണയെ ചോദ്യം ചെയ്യുന്നതിന് മുൻപായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനിൽ ആനന്ദ് പണിക്കരെ ചോദ്യം ചെയ്യും. അതൊരു പക്ഷേ നീണ്ടുപോയേക്കാം. ഒരു ദിവസം കൊണ്ട് നീളുന്ന ചോദ്യം ചെയ്യലായിരിക്കില്ല അനിൽ ആനന്ദ് പണിക്കർക്ക്. ആദ്യം അനിൽ ആനന്ദ് പണിക്കരെ വിളിച്ചു വരുത്തുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. തൃപ്തികരമല്ല എങ്കിൽ വീണയെ പോലെ വീണ്ടും വിളിച്ചു വരുത്തുന്നു. അത് 29-ാം തീയതിക്ക് മുൻപ് തന്നെ ആയിരിക്കും. ആ വിളിച്ചു വരുത്തലിൽ വീണ്ടും ED സംശയങ്ങൾ ഉന്നയിക്കുന്നു. ആ സംശയങ്ങൾക്ക് അനിൽ ആനന്ദ് പണിക്കർ കൃത്യമായി മറുപടി നൽകേണ്ടതുണ്ട്. അങ്ങനെ അനിൽ ആനന്ദ് പണിക്കരിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളിൽ നിന്നുമാണ് EDക്ക് വീണയിലേക്ക് എത്തിച്ചേരേണ്ടത്, വീണയിൽ നിന്ന് പിണറായി വിജയനിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി, ഇതുവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൻ്റെ ഒരു നെടുംതൂണ് അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് പറയാവുന്ന ആളാണ് ഈ CMLR കർത്തയേക്കാൾ ഒരുപക്ഷെ പ്രായോഗികമായി അനിൽ ആനന്ദ് പണിക്കർ തന്നെയാണ് ഈ ഇടപാടിൻ്റെ ഒക്കെ കാരണക്കാരൻ നൽകിയത്. നമുക്കറിയാം, വാർദ്ധക്യ സഹജമായിട്ട് ഉള്ള ആളാണ്, വാർദ്ധക്യത്തിന് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണ് കർത്ത. പക്ഷേ അവിടെയൊക്കെ തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടി ഈ പണം മൊത്തം കൈമാറിയത് അനിൽ ആനന്ദ് പണിക്കറാണ് എന്ന് EDക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിനുള്ള കുരുക്ക് മുറുകും. അപ്പോൾ ഇതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ആളാണ് അനിൽ ആനന്ദ് പണിക്കർ. അനിൽ ആനന്ദ് പണിക്കരെ 29-ാം തീയതിക്ക് മുൻപ്, ഒരുപക്ഷെ എത്രയും പെട്ടെന്ന്, ഇന്നോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഞായറാഴ്ചയ്ക്ക് തൊട്ട് മുൻപുള്ള ഏതെങ്കിലും ഒരു ദിവസം ED അനിൽ ആനന്ദ് പണിക്കരെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പോകുന്നു. ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകളും വിവരങ്ങളും അനിൽ ആനന്ദ് പണിക്കറിൽ നിന്നാണ് ലഭിക്കാൻ പോകുന്നത്. അദ്ദേഹം ഈ റെയർ കെമിക്കൽ സൊല്യൂഷൻ വിട്ടിട്ട്, ദുബായിലാണത്, അത് വിട്ടിട്ട് നാട്ടിലേക്ക് വന്നു. പിന്നീട് ആ റെയർ കെമിക്കൽ സൊല്യൂഷനിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, മാത്രമല്ല ഈ 13 കോടി രൂപ എന്തിനു വേണ്ടി കൈപ്പറ്റി, തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അനിൽ ആനന്ദ് പണിക്കരിൽ നിന്ന് EDക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അനിൽ ആനന്ദ് പണിക്കരെ എത്രയും വേഗം പൊക്കുക എന്നുള്ളതാണ് EDയുടെ മുന്നിലെ ഇപ്പോഴത്തെ ലക്ഷ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.